ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്കാണ്. ലാല്, ഞാനിപ്പോൾ ഒന്ന് പരിശോധിക്കുകയായിരുന്നു, അന്വേഷിക്കുകയായിരുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം മുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തിയുടെ മുഖ്യമന്ത്രിയാകും മുമ്പ് തന്നെ വർഷങ്ങളായിട്ടുള്ള, പ്രത്യേകിച്ച് അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, മറ്റൊരു ക്യാബിനറ്റ് റാങ്കിലിരിക്കുന്ന ഒരു ഔദ്യോഗിക പദവിയുമായിരുന്നു. ആ കാലയളവ് മുതലുള്ള ഒരു അടുപ്പത്തിൻ്റെ സൂചനയാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്നത്. അത്ര ഗൗരവമുള്ളൊരു വിഷയം. ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ദേശീയ വാർത്ത പോലും ആകുന്ന വിധത്തിൽ മാനങ്ങളുള്ളതാണിത്. അവിടെയാണ് വളരെ ശക്തമായി മെറ്റയിൽ ഇടപെടൽ നടത്തുന്നു. മെറ്റയിലൂടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒഴിവാക്കിക്കാനുള്ള പരിശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഇതെല്ലാം ചേർന്ന വളരെ ഗൗരവമായ ഒരു വിഷയം. ഏതൊക്കെ തരത്തിൽ പാനലിസ്റ്റുകളെ അവതരിപ്പിക്കാം, വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ തേടാം. ആ നിലയിൽ ഇന്നത്തെ രാത്രി ചർച്ചയ്ക്കുള്ള ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പമുള്ള ആളുകൾ MDMA കേസിൽ പ്രതികളായി നിൽക്കുന്നു. പക്ഷേ കേരളത്തിൽ ഒരൊറ്റ വാർത്താ മാധ്യമവും ദൃശ്യമാധ്യമവും വൈകുന്നേരം ഇത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കൈരളി ഇപ്പോൾ ചർച്ച ചെയ്യുന്നു, മറ്റ് ഒരു മാധ്യമവും ആ നിലയിൽ. കോൺഗ്രസ് വക്താക്കൾ, ഞങ്ങളടക്കം ഈ ചർച്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചു, കോൺഗ്രസ് വക്താക്കൾ ചർച്ചയ്ക്ക് പോകുന്നില്ല. പക്ഷേ മെറ്റയിലൊക്കെ സമീപിച്ച് വാർത്തകൾ മുക്കുന്നുണ്ട്, പക്ഷേ ചർച്ചയ്ക്ക് ആളെ അയക്കുന്നില്ല, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. പ്രതികൾ തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങൾ, ചിത്രങ്ങളും വീഡിയോസും നിരവധി. അതിലൂടെ നമുക്കെല്ലാം ഓരോ അനുമാനം നടത്താൻ പാകത്തിന് കാര്യങ്ങളുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ കണ്ടമട്ട് നടിക്കുന്നില്ല എന്നുള്ള ഒരവസ്ഥ. ഈ ദൃശ്യങ്ങൾ, ഈ ചിത്രങ്ങൾ, ഇതെല്ലാം കണ്ട ലാലിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താണ്? ആ അടുപ്പം, അടുത്ത ബന്ധം, അത് വ്യക്തമാണോ? അതുപോലെ തന്നെ ഗൗരവമാണോ സാഹചര്യം, വിഷയം? അല്ല, ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ഞാൻ നോക്കിക്കാണുന്നത്. അത് രണ്ട് കാര്യങ്ങളിൽ, ഒന്ന് വി ഡി സതീശനുമായി ഉള്ള ഈ MDMA വിഷയം, മറ്റൊന്ന് മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനകത്ത് ആദ്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, മാധ്യമപ്രവർത്തനായ രാജേന്ദ്രൻ പന്തളം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളോട് യോജിക്കുകയും ചില കാര്യങ്ങളോട് വിയോജിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹവും അതുപോലെ തന്നെയാണ് ചെയ്തത്. അതിനകത്ത് അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ, വി ഡി സതീശന് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഹാൻഡിൽ അതൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് വളരെ കെയർഫുള്ളായിട്ട് ഏൽപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം വി ഡി സതീശൻ്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളെല്ലാം ചർച്ച ചെയ്ത ഒരു വിഷയമാണ്, ഒരിക്കലും പാടില്ലാത്ത രീതിയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് സഭ്യമല്ലാത്ത രീതിയിൽ കമൻറ്റുകൾ, ആരോ കമൻ്റ് ഇട്ടു, അതിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ കമൻറ്റ് വളരെ സഭ്യമല്ലാത്ത ഭാഷയിൽ പുറത്തു വരികയുണ്ടായി. അത് നമ്മൾ കണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് വി ഡി സതീശനെതിരെ എഴുതിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അത് ഉറപ്പായിട്ടും ആ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആൾ ചെയ്തിട്ടുണ്ടാകുന്നതായിരിക്കണം. പക്ഷേ വി ഡി സതീശനാണ് അതിന് റെസ്പോൺസിബിളായിട്ടുള്ള ആൾ. കാര്യം വി ഡി സതീശൻ്റെ പേരിലാണ് ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുള്ളപ്പം യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കേണ്ട ആളുണ്ടല്ലോ, അയാൾ ക്രെഡിബിൾ ആയിരിക്കണം എന്നുള്ളത് പ്രതിപക്ഷ നേതാവായിട്ടാണെങ്കിലും മുഖ്യമന്ത്രിയായിട്ടാണെങ്കിലും അദ്ദേഹം ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം അത് എന്തുകൊണ്ട് ഉറപ്പിച്ചില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അത്രത്തോളം ആത്മബന്ധം ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ, അത്രത്തോളം ആത്മബന്ധമുള്ള ആളെ മാത്രമേ ഇത് ഏൽപ്പിക്കൂ എന്ന് ഞാൻ അനുമാനിക്കുന്നു. അതാണ് അവിടുത്തെ കാര്യം. പ്രത്യേകിച്ച് ആദ്യത്തെ സാഹചര്യം ഡെവലപ്പ് ചെയ്ത ശേഷം പിന്നെ ഒരാളെ ഇത് ഏൽപ്പിക്കണമെങ്കിൽ, അത് അങ്ങനെ ടീം UDF എന്നൊക്കെ പറയണമെങ്കിൽ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നതാകാമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഏൽപ്പിക്കണമെങ്കിൽ കൃത്യമായി അറിയാവുന്ന ഒരാളെ മാത്രമേ അത് ഏൽപ്പിക്കൂ എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെയാണ് മറുപടി പറയേണ്ടത്. കാരണം പറയേണ്ട നമുക്കുള്ള ചോദ്യങ്ങൾ ഇതാണ്: അദ്ദേഹം ഇതെന്നാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയത്, എന്നാണ് ഇദ്ദേഹത്തെ ഇത് ഏൽപ്പിച്ചത്, ആര് പറഞ്ഞിട്ടാണ് ഏൽപ്പിച്ചത്? ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്, അതൊന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരായിട്ടുള്ളവർക്കും ഒക്കെ ചോദിക്കാൻ കാണും. അത് തേങ്ങ എന്ന് പറയുമ്പോൾ മാങ്ങ എന്നാണ് സാധാരണഗതിയിൽ ഇപ്പം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അല്ലാതെ സ്പഷ്ടമായി ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ? അദ്ദേഹം അല്ലാതെ ഈ പറയുന്ന ഒഴിഞ്ഞു മാറുന്ന ഒരു സാധാരണ രീതിയിൽ കൂടെ തന്നെയാണോ ഇതിലും കടന്നു പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ അനുമാനിക്കാൻ കഴിയും. അങ്ങനെ ആണോ അദ്ദേഹം മറുപടി പറയുന്നതിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. രണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കൂ, ഈ ഫോട്ടോഗ്രാഫ്സൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് ഒരിക്കലും ഒരു മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നതല്ല, വെച്ചാൽ ഒരു പബ്ലിക് ഫംഗ്ഷൻ്റെ ഭാഗമായി വന്നിരിക്കുന്നതല്ല എന്ന് സനോജ് നേരത്തെ സൂചിപ്പിച്ചു.
എന്ന് പറയുന്നത് പോലെ കയ്യിലൊക്കെ പിടിച്ച് ഈ പറയുന്ന ആളുടെ വീട്ടിലേക്ക് പോയിരിക്കുന്ന സന്ദർഭം പോലും അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വി ഡി സതീശൻ്റെ വീട്ടിലേക്ക് വന്നതുകൊണ്ട്, വി ഡി സതീശൻ അപ്പുറത്തേക്ക് പോയതുകൊണ്ട്, ആ അപ്പുറത്തേക്ക് പോകാനുള്ള കാരണം എന്താണ്, എന്ത് സന്ദർഭത്തിലാണ് പോയത്, ഏത് സാഹചര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്, അന്നത്തെ പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യങ്ങളാണ്. കാര്യം ഇദ്ദേഹത്തിന് എത്ര ഇപ്പോൾ ഇയാൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് അസറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ അസറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ അസറ്റ്സ് എന്നാണ് ഇയാൾക്ക് ഉണ്ടാക്കി? ഇപ്പം അയാളുടെ വീടിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ ഇയാൾ എത്ര പെട്ടെന്ന്, നമ്മൾ പറയത്തില്ലേ പെട്ടെന്നാണ് ഇയാൾ കോടീശ്വരനായത്. അങ്ങനെ പെട്ടെന്ന് കോടീശ്വരനായ അടുക്കലേക്ക് വി ഡി സതീശൻ എങ്ങനെ ബന്ധം സ്ഥാപിച്ചു? ഇങ്ങനൊക്കെ ഒരു 1000 ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മൾ മനസ്സിലാക്കണം. അത് വി ഡി സതീശനോടുള്ള ചോദ്യങ്ങളാണ്. അദ്ദേഹം ഉത്തരം പറഞ്ഞാലും പറഞ്ഞില്ലേലും ആ ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കും എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം വന്നതുകൊണ്ട് വി ഡി സതീശൻ MDMA കച്ചവടത്തിൻ്റെ ഏജൻ്റ് ആണെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് കമ്മീഷൻ അടിച്ചെന്നോ ഉള്ളതല്ലല്ലോ ഇവിടുത്തെ. അങ്ങനെ ഒരു കേസ് നമുക്കില്ലല്ലോ. അങ്ങനെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ആളാണ്, വർഷങ്ങളായിട്ട് MLA ആയിട്ടിരുന്ന ആളാണ്. ആ കാര്യത്തിലൊന്നും അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യലിലൊന്നും ഒരു ചോദ്യമില്ല. ഈ പറയുന്ന അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുടെ ക്രെഡൻഷ്യലിൽ നമുക്ക് സംശയമുണ്ട്. അദ്ദേഹം അങ്ങനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുടെ ക്രെഡൻഷ്യലിൽ നമ്മൾ ഡൗട്ട് ചെയ്യുമ്പം അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. കാര്യം ജനാധിപത്യ സമൂഹത്തിൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ അദ്ദേഹത്തിന് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, അദ്ദേഹം അക്കൗണ്ടബിൾ ആയിരിക്കണം. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള വാക്ക്, അക്കൗണ്ടബിൾ ആയിരിക്കണം. അങ്ങനെ അക്കൗണ്ടബിൾ അല്ലാതെ പോകാൻ നമ്മൾ അനുവദിക്കത്തില്ല. നമ്മൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹം ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ തരികയാണെങ്കിൽ അത് അപ്പോഴേ ആൾക്കാരങ്ങ് വിടും. അത് ആ എക്സ്പ്ലനേഷന് മുമ്പ് തന്നെ വിടുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അതാണ് താങ്കളൊരു മാധ്യമപ്രവർത്തനാണ്. ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് ഇതൊരു വാർത്തയായി തോന്നുന്നില്ലാത്തതിൻ്റെ പ്രശ്നം. ഈ പ്രതിപക്ഷ നേതാവിനെ പൗഡറിട്ട് നന്നായിട്ട് കുളിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തിയത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. UDF ഈ പറയുന്ന മറ്റാൾക്കാരോ അല്ല, മാധ്യമങ്ങളാണ്. കാര്യം മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിൻ്റെ ആശയങ്ങൾക്കും എതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് അവരിത് തുടരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ തുടരാനുള്ള സാധ്യതയാണ്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്ന അടിസ്ഥാന തത്വം എന്താണ് മാധ്യമപ്രവർത്തനം എന്നുള്ളത്, അടിസ്ഥാന തത്വത്തെക്കുറിച്ച് എവിടെയെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ കോട്ട് ചെയ്തേക്കുന്നത് വേറെ എവിടെയെങ്കിലും ഒരു പത്രത്തിലെങ്കിലും വായിച്ചിരുന്നെങ്കിൽ അവരിതൊന്നും ചെയ്യത്തില്ല. പക്ഷേ അങ്ങനെ അത്രയും ക്വാളിറ്റിയുള്ള, അത്രയും ബ്രീഡുള്ള മാധ്യമപ്രവർത്തകർ വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. സാധാരണഗതിയിൽ പൊതുവേ ഒച്ചപ്പാടാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ പ്രോഡക്റ്റായി വരുന്നത്, ചർച്ചകളുടെ പ്രോഡക്റ്റായിട്ട് വരുന്നത്. ഏറ്റവും ഞാൻ പറയുന്ന കാര്യം ചിലപ്പം ശരത്തേട്ടന് പോലും ഇഷ്ടപ്പെടണമെന്നില്ല. കാര്യം മാധ്യമവർഗത്തെക്കുറിച്ചുള്ള ഒരു വിമർശനമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു ക്രീഡ് ആ കാര്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ വരുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അടുത്ത ഒരൊറ്റ പോയിൻ്റൂടെ ഞാൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഈ പറയുന്ന വാദങ്ങൾ നോക്കൂ, മാധ്യമപ്രവർത്തനവും ഈ പറയുന്ന കാര്യം കൊണ്ട് എല്ലാം ചേർത്തൊന്ന് വായിക്കാം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടത്തിൽ നിന്ന് പബ്ലിക് ഫംഗ്ഷനിൽ നിന്ന ഫോട്ടോയെക്കുറിച്ച് എത്ര ദിവസം കേരളത്തിൽ ചർച്ച നടത്തി? പിണറായി വിജയൻ നിന്നു എന്ന് പറഞ്ഞ് എത്ര ദിവസം ചർച്ച നടത്തി? അദ്ദേഹം അത് കൃത്യമായി വിശദീകരിച്ചു. ഒരു ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു, പബ്ലിക് ഫംഗ്ഷനായിരുന്നു, അദ്ദേഹം വിശദീകരിച്ചു. ആ വിശദീകരിച്ച ശേഷവും അത് എടുത്തു കാണിക്കാനും മുഖ്യമന്ത്രിക്കും ഈ പറയുന്ന സ്വർണം കടത്തിയ പോറ്റിയുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനായി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഇതേ നറേറ്റീവ് ബിൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു രീതിയാണിത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് ഈ പറയുന്ന ഹാൻഡിൽ പിണറായി വിജയൻ്റെ ഏതെങ്കിലും ഒരു ബന്ധത്തിലോ അല്ലെങ്കിൽ പിണറായി വിജയൻ ഇയാളുടെ വീട്ടിലോ വല്ലതും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ മൂല്യത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മൂല്യം നശിച്ചതിനെക്കുറിച്ചും കമ്മ്യൂണിസം പൂർണ്ണമായി പോയി, ഇയാളുടെ പേരിൽ പ്ലീനം ചേരണം, സെൻട്രൽ കമ്മിറ്റി കൂടണം, പോളിറ്റ് ബ്യൂറോ പൊളിച്ചെഴുതണം എന്ന് പറഞ്ഞ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ പറയുന്നത് അവർക്ക് എന്താണോ വേണ്ടത് അതും പറയാൻ വേണ്ടി മാത്രം പോയിരിക്കുന്ന ചില അവതാരങ്ങളുണ്ട്. ആ അവതാരങ്ങളും പൊട്ടിമുളച്ച് പെട്ടെന്ന് ഈ ചാനലുകളിൽ വന്നിരുന്നേനേയും എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല. അപ്പം എന്തുകൊണ്ട് വി ഡി സതീശന് ഇനി ആനുകൂല്യം കിട്ടുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ പൗഡറിട്ട് കുളിപ്പിച്ച് കൊണ്ടിരുത്തിയിരിക്കുന്ന ആളായതുകൊണ്ടാണ് വി ഡി സതീശന് ഈ ആനുകൂല്യം കിട്ടുന്നത്. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ആനുകൂല്യം കിട്ടില്ല. കാര്യം റിപ്പോർട്ടർ ചാനൽ പോലൊരു ചാനലിൻ്റെ വാർത്ത പോലും കൈരളി അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ റിപ്പോർട്ടർ ചാനൽ പോലും ഇന്നത് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവരിട്ട വാർത്ത മുക്കിയെന്ന്. ആരെയാണ് ഇത്ര പേടിക്കുന്നത്? നോക്കൂ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ കുടുംബത്തിനെതിരെ എത്രയൊക്കെ വാർത്തകൾ കേരളത്തിൽ വന്നു.
ഒറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞോ? നമ്മളെല്ലാം ചർച്ചയിൽ പോയി അതിനെ ആ കാര്യത്തിൽ വിശദീകരിക്കാനും അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാൻ അദ്ദേഹം തന്നെയും നിയമസഭയിലും ഒക്കെ എഴുന്നേറ്റ് നിന്ന ആൾക്കാരാണ്. ആ സ്ഥാനത്ത് ആ വാർത്ത ലോകമറിയാതിരിക്കാൻ മെറ്റയിലോട്ട് സ്വാധീനം ചെലുത്തി അത് അവോയ്ഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്ന ഒരു തരംതാന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 19(1)A പ്രകാരം മാധ്യമ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എനിക്കുള്ള പോലെ തന്നെ മാധ്യമങ്ങൾക്കും ഉണ്ട് എന്ന് ഘോരം വാദിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ മുൻ പ്രതിപക്ഷ നേതാവ് അത് മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പം അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന വാർത്ത അതിനെ നള്ളിഫൈ ചെയ്യാൻ, നെഗേറ്റ് ചെയ്യാൻ, സ്റ്റൈഫ്ലിംഗ് ദ വോയിസ് ഓഫ് അതർ, അതിനെ ഒരു കാര്യം ചെയ്യുന്നത് തെറ്റാണ്. ഒരല്പമെങ്കിലും ജനാധിപത്യ മര്യാദ എന്നുള്ളതല്ല, ജനാധിപത്യ മര്യാദ ഉണ്ടെങ്കിൽ താങ്കൾ അതിൻ്റെ ചെയ്യാൻ പാടില്ല, അത് ഫോളോ അപ്പ് ചെയ്യാൻ പാടില്ല. ജനങ്ങൾ അറിയട്ടെ, താങ്കൾ ഇത് എപ്പോഴൊക്കെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും, എപ്പോഴൊക്കെ ഇതിനെ ഈ ലിങ്ക് എടുത്ത് കളയാൻ ശ്രമിച്ചാലും അത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടത്തേ ഉള്ളൂ, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തത്തേ ഉള്ളൂ. അതിനുള്ള വലിയ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. കാര്യം താങ്കൾ ഈ കാര്യം ചെയ്താൽ നമ്മൾ കൂടുതൽ രൂക്ഷമായിട്ടായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഒരല്പം കൂടെ നമ്മൾ ചിലപ്പോൾ ഒന്ന് ടൈം ചെയ്തായിരിക്കും പറയുക. അത് ഓർക്കണം. താങ്കളുടെ വാർത്ത ഈ പറയുന്ന കളയുന്നതുകൊണ്ട് മറ്റുള്ള മാധ്യമങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പക്ഷേ സോഷ്യൽ മീഡിയ അത്രത്തോളം ശക്തമായി നിൽക്കുന്ന സമയമാണ്. താങ്കളുടെ പേര് ചീത്തയാകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കളുടെ പേര് ചീത്തയാകുക തന്നെ ചെയ്യും അങ്ങനെ ചെയ്താൽ.